ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ജീവിതത്തിൽ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതൊരു പക്ഷേ സഹനമാകാം, പ്രതിസന്ധികളാകാം, ദുഃഖമാകാം. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളെ നമ്മൾ ഭാരമെന്ന് വിളിക്കുന്നു. എല്ലാ മനുഷ്യരും ഈ ഭാരം വഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈശോ ആശ്വാസത്തിൻ്റെ ഈ വാക്ക് നമുക്കായി നൽകുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം, യേശുവിന് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് അതിനുശേഷം ഈശോ പറയുന്നത്. കാരണം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഇതിലേറ്റവും മനോഹരമായ ഒരു വചനം എന്നത് അവസാനത്തെ വചനമാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. കാരണം നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ കൺമുൻപിൽ നാം കാണുന്നുണ്ട്, നിരവധി മനുഷ്യർ നിരവധി ഭാരങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ മനോഭാവം നമുക്ക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് ഈശോ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ആഗമന കാലത്തിലോട്ട് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു അവസരം അതിന് അനുയോജ്യമായൊരവസരമാണ്. ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഒരു ദിവസം കൊണ്ട് ഒരുങ്ങണം എന്നല്ല, നിരവധി ദിവസങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. മനസ്സുകൊണ്ട്, ആത്മീയമായും അവൻ്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. സുപ്രധാനമായ നിമിഷമാണിപ്പോൾ. മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു നിമിഷം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു നിമിഷം, നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു നിമിഷം, നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു നിമിഷം. നിരവധി ഭാരങ്ങൾ ചുമന്നവനാണ് ക്രിസ്തു. അവൻ്റെ ഭാരങ്ങൾ അവന് വേണ്ടിയല്ല ചുമന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ചത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു മനുഷ്യനായി പിറന്ന് സാധാരണ വ്യക്തിയെപ്പോലെ അവൻ എല്ലാ സഹനങ്ങളും സഹിച്ചുകൊണ്ട് ക്രൂശ് മരണം വരെ ഏറ്റെടുത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്, അവൻ അല്പം ഒരു താങ്ങായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ് ക്രിസ്തു. അവൻ പറയുകയല്ല, പ്രവർത്തിച്ച് കാണിക്കുകയാണ് സ്വന്തം ജീവിതം കൊണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ക്രിസ്തു പറയുന്നതോടൊപ്പം പ്രവർത്തിക്കുകയാണ്. അങ്ങനെയായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ക്രിസ്മസ് കാലയളവ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൺമുൻപിൽ നിരവധി വ്യക്തികളുണ്ട്. സഹായം അഭ്യർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളാൽ കഴിയുന്ന ഒരു കൈസഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന് അർത്ഥമുണ്ടാവും. കാരണം അവൻ വിനീത ഹൃദയനും ശാന്തശീലനുമായതുപോലെ നമുക്കുമായി തീരാനായിട്ട് സാധിക്കും. അതായിരിക്കാം ക്രിസ്തു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. പുറമേ നിന്ന് നമ്മുടെ ജീവിതത്തെ ഈശോ നോക്കി കാണുമ്പോൾ ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ ഉൾച്ചേരുന്നുണ്ടെങ്കിൽ ക്രിസ്തു അധികം സന്തോഷിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കത് കേൾക്കാൻ പറ്റും. അനുഗ്രഹങ്ങളാൽ നമ്മളെ നിറയ്ക്കുകയും ചെയ്യും. തീർച്ചയായും ഈ ക്രിസ്മസ് കാലയളവ് ഒരുക്കത്തിൻ്റെ കാലയളവാണ്. ഈ ഒരു മനോഭാവത്തോടു കൂടി ഉണ്ണീശോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ജീവിതമാകുന്ന സമ്മാനങ്ങൾ കൊടുത്ത് അവനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.